ഫ്രണ്ട്സ്, നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുനിന്ന് ബീച്ചിലേക്കുള്ള റൂട്ട് അടിച്ചേ ഗൂഗിളിൽ. ഏതോ ഒരു കാണാൻ പോണ വഴിയിലൂട്ടിയാന്ന് പോകുന്നു. ഗൂഗിൾ മാപ്പ് ഇതിവിടെ വർക്കാവുന്നു, വണ്ടിയിലുണ്ട്. ഇതേതാ റൂട്ട് എന്നുള്ള കാര്യത്തിൽ ഇതാണ് കാണിക്കുന്നത്. ഇനി എത്ര മിനിറ്റ് അറിയാം? ഇനി 13 മിനിറ്റ്. എവിടത്തേക്ക്? നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്ക് 13 മിനിറ്റ് പോവാ. പോയക്കളയാണ്. ഗൂഗിൾ മാപ്പ് ചതിക്കും. ഇടക്കിടക്ക് ചതിക്കും. ഏതാ വീട് സെറ്റപ്പ് വീടുകൾ. ഇതന്നെ ഈ റൂട്ടിലെ കൂടെ. ശരിക്കും ഇത് ഒരു പിന്നെ ഷോർട്ട് കട്ടായിരിക്കും പറഞ്ഞിരുന്നു. ഷോർട്ട് കട്ട് റോഡാണ് സംഭവം. ഷോർട്ട് കട്ട് റോഡ് അതന്നെ സംഭവം തന്നെ. നേരെ നമുക്ക് ചേറ്റക്കുളം ബീച്ചല്ല, കോഴിക്കോട് ബീച്ചിലെത്തുമെന്ന് വിചാരിക്കാം. ഞാൻ അവിടുന്ന് റേറ്റ് റോഡെല്ലാം തല്ലിപ്പുള്ളി റോഡിലൂട്ടിയാണ് നമ്മിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തല്ലിപ്പുള്ളി റോഡ്, കട്ടപ്പോവ റോഡ്. ഇപ്പോൾ ഫ്ലാറ്റിലുണ്ടല്ലേ. നമ്മൾ ആ ഭാഗത്ത് തന്നെ ഏകദേശം എത്തി. നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഇങ്ങോട്ട് കയറിയത്. ഡക്കാത്ലോണിൽ നിന്നാണ് വരുന്നത്. ഡക്കാത്ലോണിൽ നിന്ന് വന്ന് കുറച്ചിങ്ങോട്ട് നേരം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടു, നോക്കിയില്ല. അപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് അടിച്ചു. പക്ഷെ ഇതൊന്നും തെറ്റിയ കുഴപ്പമില്ല. ഇപ്പം എങ്ങനെ ആയിട്ട് നമുക്ക് നമ്മളെ എത്ര ദൂരമൊന്നും ഇല്ലല്ലോ. റോഡ് മൊത്തം കംപ്ലീറ്റ് കുളം കേട്ടോ. കുളം കംപ്ലീറ്റ് കട്ടപ്പോവാ. ഏതോ ഒരു പോക്കറ്റ് റോഡിലോട്ട് ഇങ്ങനെ പോവുക. ആടാ ഏതോ മെയിൻ റോഡ് എത്തി. ഇതേതാ റോഡ്? ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നോക്കട്ടെ. ഇവിടുന്ന് റേറ്റ് എന്താ? റേറ്റ് അങ്ങോട്ടേക്ക് പോകണം. ഇവിടുന്ന് റേറ്റ് ആവണ്ടി അങ്ങോട്ടേക്ക്. ഇത് ബീച്ചിൻ്റെ ആ റോഡ് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. യെസ് ജ്വല്ലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറ അങ്ങനെ ബീച്ചിൻ്റെ ഏകദേശം അടുത്തെത്തിയെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇനി എത്ര? ഇനി 12 മിനിറ്റ്. അത്രേ ഉള്ളൂ. 12 മിനിറ്റ്. ഇനി 12 മിനിറ്റ് ഓടാനുള്ളൂ. 12 മിനിറ്റ്. കുതിരവട്ടം എന്നുള്ള ബോർഡ് അതാണ്. ഈ കുതിരവട്ടം പോണോ? കുതിരവട്ടം പപ്പുന ആടാന്ന്. കുതിരവട്ടം പപ്പുനാട്. കുതിരവട്ടം പപ്പുനാടോ മക്കളെ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി. വണ്ടിയുടെ വെച്ച് പോവാ. ഞാൻ ആദ്യം കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്നത്. ഇവിടെ ആദ്യം കോഴിക്കോട് ബീച്ചിലേക്ക് വരും. ഞാൻ മുമ്പേ വന്നിന്. ഈ അടുത്ത് ചങ്ങായിമാർപ്പുറം വന്നിന്. പിന്നെ മുമ്പേ ഞാൻ വരുത്തുന്നുണ്ട്. മുമ്പ് കുറച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോക്ക് വല്ല പണിയാണ്. എന്താ വണ്ടി എന്ന് പറഞ്ഞാൽ അജാതി വണ്ടി. ഭയങ്കര ആൾക്കാർ കേട്ടോ. ഭയങ്കര ആൾക്കാരാണ്. ഞായറാഴ്ച ആയതുകൊണ്ട്. ഇപ്പോൾ സമയം 10 മണിയായിട്ടായി കേട്ടോ. ഇപ്പോൾ സമയം 10:15. ഭയങ്കരമായ ആൾക്കാർ. സ്റ്റാള് തുടങ്ങിയിട്ടോ, ഓപ്പൺ ആയിട്ടാ. ചെറിയ തട്ടുകട പോലത്തെ സ്റ്റാളുണ്ടാ. അതോളം പഴയതെല്ലാം എടുത്തോണ്ടിട്ട് പുതിയതാക്കി. പഴയ സ്റ്റാളെല്ലാം എടുത്തോണ്ടിട്ട് പുതിയ ഒരേപോലത്തെ സ്റ്റാള് കണ്ടോ. എല്ലാം സെയിം. എല്ലാം സെയിം. വാ, എൻ്റെ ഫുഡിനെ കൊണ്ട് കളി തന്നെയല്ലേ. എന്താ കാറ്റ് ബീച്ചിലിറങ്ങുമ്പോഴത്തേക്കോ. ബീച്ചിലുള്ള ഭയങ്കര ആള്. എന്താ അവസ്ഥ? ഭയങ്കര ആള് ബീച്ചിൽ. വല്ല വൃത്തിയൊന്നും ഇല്ല കേട്ടോ. ഫുൾ വേസ്റ്റാണ്. കംപ്ലീറ്റ് വേസ്റ്റാണ്. വല്ല വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഭയങ്കര ആൾക്കാർ. ഉപ്പിലിട്ട മാങ്ങയാണ്. ഉപ്പിലിട്ട കണ്ടു കഴിഞ്ഞാല് മെല്ലെ സ്കൂട്ടാവുക. നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ഇറങ്ങിയാട്ടാ. ഭയങ്കര ആൾക്കാരാട്ടോ. ഞായറാഴ്ച എല്ലാം കോഴിക്കോട് ബീച്ചിൽ. ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നി ഇങ്ങനെ ഭയങ്കര ആൾക്കാർ. കച്ചവടമെല്ലാം പൊട്ടിക്കുന്നു. തമർക്കുകയാണ്. ഫുള്ള് റോഡെല്ലാം റഷാണ്. അപ്പുറ സൈഡിൽ ബീച്ച് സൈഡിൽ ഫുള്ള് ആൾക്കാരാ. ഭയങ്കര ആൾക്കാരാ ബീച്ച് സൈഡിൽ. ചായ കുടിക്കണം. ചായ മസ്റ്റായിട്ട് കുടിക്കണം. റോഡ് ക്രോസ് ചെയ്ത് ഭയങ്കര പണിയാട്ടോ. വണ്ടി അവിടെ വെച്ചു. അവിടെ ഇങ്ങനെ വണ്ടി ആയിട്ട് വെച്ചു സൈഡിൽ. അതല്ല കേട്ടോ. അതിനപ്പുറം
കാറിനപ്പുറം. ഇത് റോഡപ്പുറം ക്രോസ് ചെയ്യണല്ലോ. ബാവാ ക്രോസ് ചെയ്ത് കുറച്ച് തിരക്കായതുകൊണ്ടുള്ള പ്രശ്നമൊന്നും പറഞ്ഞല്ല. നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്നു. നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ഇത് ഫോട്ടോ പോയിന്റ് ആൾ കൂടുതലായതുകൊണ്ട് ഒരു ഇത് കിട്ടുന്നില്ല. ഇതാ നമ്മുടെ കോഴിക്കോട് കണ്ട. ഇതാണ് നമ്മുടെ കോഴിക്കോട് കണ്ട. DTPC സോളസാ സംഭവം. ബീച്ചിലെന്നാ ഇതാ ബീച്ചിൽ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ച് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ബീച്ച് തന്നെ സെയിം. വേറെ ഒന്നും മാറ്റില്ലേ, വേറെ മാറ്റമൊന്നുമില്ല. ഉണ്ടോ മിന്നാ നാട്ടിൽ ഇവിടെ കടൽ ഉൾവെല്ലി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയല്ലേ? ആ കോഴിക്കോട് ബീച്ചിൽ വെള്ളം അങ്ങോട്ടേക്ക് ബെല്ലിന് എന്ന് പറയുന്നുണ്ടായി. എന്തോ സംഭവം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തോ ഫേസ്ബുക്കിലെല്ലാം എന്തോ ന്യൂസ് കണ്ടിന്. ആ ന്യൂസല്ല, എന്തോ ഒരു വീഡിയോ എല്ലാം കണ്ടിന്. ഉൾവെല്ലിന്ന് പറഞ്ഞിട്ട് കടൽ ഉൾവെല്ലിന്ന് കേട്ടിനാ? അങ്ങനൊരു സംഭവം ഉണ്ടായി മിന്നാന്നൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ്. കോഴിക്കോട് ബീച്ചിലെ അവസ്ഥ കണ്ട. ഐസ്ക്രീം വാങ്ങി അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. എനക്കൊരു മാംഗോ ബാർ, ഓളെന്തോ ഒരു കോണോ എന്തൊരു സാധനമാണ് സ്കൈൻ്റെ. ഇത് ഇരിക്കാൻ സ്ഥലമില്ല. നോക്കിയാ എവിടെ ഇരിക്കല്? ആരെങ്കിലും ബൈക്കിൻ്റെ അവിടെ കയറി ഇരിക്കാൻ തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കാം. ബീച്ചിൻ്റെ പാർമ ഇരിക്കാം, ആയിരിക്കും നല്ല. ഭയങ്കര ആൾക്കാരാണ്. ഞാൻ ഞായറാഴ്ച വരില്ല കേട്ടോ, വെറുതെ പോയി ഫുൾ വൈവാന്നിടാ. എന്നൊരു 10 മണി ആയിട്ടല്ലേ, ഒരു രാത്രി 12 മണിയെല്ലാം ആകുമ്പോൾ ഇവിടെ പാട്ടും കൂത്തുമാവും. പാട്ട് പാടുന്നവർക്ക് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കൽ. ഇവിടെ ഇരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വന്നേ, പാമ്പൊന്നും ഇല്ലാലോ. ഇടിയിരുന്നോ എന്തുണ്ടാവേണ്ടി? ഒന്നും നോക്കാനൊന്നുമില്ല, ഇരുന്നോളാ. ഇരിക്ക്. ഇവിടെ ലൈറ്റ് ഇല്ലാലോ. ആടെ ലൈറ്റ് ഇല്ല, ആടെ മാറി ഇങ്ങോട്ടേക്ക് വന്നു. ആടെ ഇരുട്ടിപ്പോ, ആടെ ഇരുട്ടാം. കൈകടാ അഴിയും. അതോ അലിഞ്ഞുറ്റുന്ന അലിഞ്ഞിട്ട് ഉറ്റാൻ തുടങ്ങി. ഇത് നമ്മളെ നാട്ടിലെ ഷോപ്പിൽ നിന്നും കിട്ടും. ആക്കോണ്ട കഴിച്ചോ, വേഗം കഴിയുന്നുണ്ട്. നമ്മളെ നാട്ടിലെ ഷോപ്പിൽ നിന്നും കിട്ടുമോ? പക്ഷെ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ഒരു വൈബ്. അവിടെ വന്നൊന്ന് കഴിക്കണ്ടേ? കോഴിക്കോട് വന്നാൽ ബീച്ചിൽ വന്നൊന്നും കഴിക്കണ്ടേ? വരുമ്പോ കൊല്ലത്ത് നമ്മ ഒരു ഷോപ്പിൽ നിന്ന് ഇളനീർ ഷേക്ക് കുടിച്ചു. ഇളനീർ ഷേക്ക് സ്പെഷ്യലുണ്ട്. ഒരമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് റോഡ് സൈഡിൽ തന്നെ, മെയിൻ റോഡ് സൈഡിൽ. ഇത് ഉറ്റുന്ന ഒരടിപൊളി ഇളനീർ ഷേക്ക് കിട്ടാൻ. മുമ്പ് ഞാൻ കഴിച്ചിനി, എന്നിട്ടിപ്പോൾ വരുമ്പോൾ കണ്ടത് നമുക്ക് കയറി 2 കറി കുടിച്ചു. അടിപൊളിയാണ്. അങ്ങനെ നല്ല രസമല്ലേ ഫ്രണ്ട്സ്? അങ്ങനെ ഐസ്ക്രീമും കഴിഞ്ഞ് ഐസും കഴിഞ്ഞ് പോലെ വാ ഇന്ന് നമ്മൾ നടക്കുകയാണ് വണ്ടീൻ്റെ അടുത്തേക്ക്. ഇതിവിടെ ഒറ്റക്കാളിയാ. പിന്നെന്താ വണ്ടി? ഡാർക്ക് ലൈറ്റാണ് കേട്ടോ, ഡാർക്ക് ലൈറ്റാണ്. ഡാർക്ക് ലൈറ്റിൽ നമുക്ക് ഇതാ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ. കപ്പലാ അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ, എൻ്റെ കൽവിലെ വെണ്ണിലാവും നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. നമ്മുടെ വണ്ടി അപ്പുറ സൈഡല്ലേ ഉള്ളേ?
വണ്ടി അപ്പുറ സൈഡല്ല, വണ്ടി അപ്പുറ സൈഡല്ല, അപ്പുറ സൈഡ്. ഓക്കെ, ആൾക്കാരൊക്കെ 10-11 മണിയായിട്ടും ആൾക്കാർക്ക് ഒരു കുറവില്ല കേട്ടോ. ഭയങ്കര ആൾക്കാരാണ് ഞായറാഴ്ച ഭയങ്കര ആൾക്കാർ. മതി, ഇനി പറയുന്നില്ല, കുറേ പറഞ്ഞു ഞാൻ. ഭയങ്കര ആൾക്കാർ. ഇനി പറയുന്നില്ല, നിർത്തി നിർത്തി. എനിക്ക് ചായ വേണ്ടേ? എവിടെ ചായ പിടിക്കണോ? എവിടെ ഞാൻ പിടിക്കാം? അങ്ങോട്ട് ഇഷ്ടം പോലെ ഫുഡിൻ്റെ, നമ്മൾ ഫസ്റ്റ് പോയ ഏരിയയില്ലേ ഫുഡ് സ്റ്റാൾ ഉണ്ട്. പക്ഷേ അത് നല്ല ചായ ആയിരിക്കുമോ? നല്ല ചായ നോക്കി ഇവിടുന്ന് കുടിക്കലും ഉണ്ടാവില്ല അല്ലേ? ചുവന്ന കളറെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് വണ്ടീൻ്റെ ലൈറ്റ്. ഇതിൻ്റെ ഇടയ്ക്കേ കൂടെ പോകാൻ കഴിയുമോ? വൃത്തിക്കൊല്ലുമല്ല. ആ വണ്ടി പോട്ട് നമുക്ക് ഇതിലോട്ട് തന്നെ പോകാം. നമ്മൾ വണ്ടിയുടെ വെച്ചിന് അപ്പുറ സൈഡല്ലേ? ഇവിടെ ഫുൾ അങ്ങോട്ടേക്കെല്ലാം അങ്ങനെ. ഇത് മൊത്തം അങ്ങനെ തന്നെ, ഇതേ ലെവലിൽ സംഭവമാണ്. വേസ്റ്റൊക്കെ കംപ്ലീറ്റ് പുറത്തിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലിടാണ്ട് അയ്യോ ഒന്നല്ല, അങ്ങനെ പോകില്ല. അടിയിൽ അടപ്പുണ്ടല്ലോ, പിന്നെ ഇങ്ങനെ പോകല്. ചേട്ടിക്കുളം എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ചിൽ ഈ ഞായറാഴ്ചയെല്ലാം വൃത്തിയൊന്നുമില്ല കേട്ടോ വലിയ. അത് ഇനി തിങ്കളാഴ്ച ക്ലീൻ ആക്കുമോയെന്ന് അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇപ്പം വളരെ നോക്കിയ വൃത്തിഹീനം, കംപ്ലീറ്റ് വേസ്റ്റാണ്. ആൾ കൂടുന്നിടത്ത് അങ്ങനെ, പക്ഷെ വൃത്തിയാക്കിയാൽ മതിയായിരുന്നു. മെയിൻ്റെനൻസ് വൃത്തിയാക്കുന്ന പരിപാടിയിലുണ്ടെങ്കിൽ സെറ്റപ്പോ നാളെ ആകുമ്പോഴത്തേക്ക് വൃത്തിയായെങ്കിൽ കുഴപ്പമില്ല. എല്ലാവരും വന്നിട്ട് നമ്മളിപ്പോൾ ഐസിൻ്റെ കവർ അതിലിട്ടത് ആ വേസ്റ്റിൻ്റെ എല്ലാവരും അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഇത്ര വൃത്തിയേടാവില്ല. എല്ലാവരും വേസ്റ്റിൻ്റെ ഇതിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടില്ലെങ്കിൽ ഇത്ര വൃത്തിയേടാവില്ല. ഇപ്പോൾ നന്നായി വൃത്തിയേടായില്ലേ? എവിടെ നമ്മളെ വണ്ടിയുടെ അപ്പുറ സൈഡല്ലേ വെച്ചിന്? അപ്പുറ സൈഡ്. ഇനിയിപ്പോൾ ആദ്യം റൗണ്ട് ഇത് നമ്മളെ കടക്കേണ്ട വഴി വാ ക്രോസ്. എന്നെ പോലെ മംഗലാപുരം അതുപോലെ എറണാകുളം പോയി കഴിഞ്ഞാൽ ഇതിലോട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര സ്പീഡാണ്. എന്നിട്ട് പോകും അങ്ങോട്ടാണ്. ഒരു കാറിൻ്റെ ചുവന്ന കാറിൻ്റെ ഇപ്പറല്ലേ വെച്ചിന്? അമ്മ ഇപ്പം എന്താ അടയാളം വെച്ചിന്? ആരുടെ അച്ചിട്ടുകൊണ്ട് പോകുന്നു? നോക്കി ഗ്യാസിൻ്റെ ഗുളിക, വായുവിൻ്റെ ഗുളിക കടന്ന ഒരാൾ വെക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ട് ചുവന്ന കാർ അങ്ങാടാ, അതിൻ്റെ മുമ്പിലാണ് ഉള്ളത്. ഇത് അങ്ങോട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ് മക്കള്. അതിൻ്റെ മുമ്പിൽ അവിടെയാണുള്ളത്. ബാർ, ഫാമിലി റെസ്റ്റോറൻറ്റ്, ഹെറിറ്റേജ് റൂംസ്, ബാർ. സ്മെല്ല് ഈ ചുവന്ന കാറിൻ്റെ അടുത്താ? അപ്പുറമല്ലേ ആ ചുവന്ന കാറാ? അതിൻ്റെ അടുത്ത എവിടെയാണ്? നമ്മളെ ബർഗറിൽ ആളിരിക്കുന്ന ഇവിടെയാണ്. വാ, ഫുൾ കള്ളിൻ്റെ കുപ്പി. സ്മെല്ലുണ്ട്. അത് കണ്ടുപിടിക്കുന്ന ഇതാണ്. അവിടെ ഓപ്പണായിട്ട് കുടിക്കുന്ന സംഭവമാണ്. കുഞ്ഞിയെല്ലാം കരിയുന്നുണ്ടല്ലോ. കുഞ്ഞിയെല്ലാം കൂട്ടിയിട്ട് കുടിക്കാൻ വന്നു. ഫാമിലി ആയിട്ടാന്ന് തോന്നിട്ടോ. കണ്ടാ കുഞ്ഞേരിന്ന് വെച്ചോട്ടാ. അവിടെ ഫുള്ള് മേശയിലിങ്ങനെ കള്ളിൻ്റെ കുപ്പി വെച്ചിട്ട് അവിടെ ആൾക്കാരുണ്ട്. അത് അവരെ ഇതായിരിക്കും. വാ, റെസ്റ്റോറൻറ്റ് ബാറും മിക്സാണ്. ആ കള്ളിൻ്റെ കുപ്പിയാണ് കംപ്ലീറ്റ്. സീറ്റിൻ്റെ ഉള്ളിൽ ഹെൽമെറ്റ് വെച്ചാൽ ഭയങ്കര ഹീറ്റാവും. എൻജിന് അതിൻ്റെ അടിയിലല്ല എൻജിനുള്ളത്. സീറ്റിൻ്റെ അതിൻ്റെ ഉള്ളിൽ ബസ്സിനെ ഭയങ്കര ഹീറ്റാവും. ഹഫീഫ് എടുത്ത് തലക്കെടുമ്പോൾ പോലെ തന്നെ ചൂടുണ്ടാവും. എന്നാലും ഹീറ്റാവും, നല്ല ഹീറ്റാവും. അത് എൻജിന് ചൂടായിട്ടുണ്ടാവുന്നതല്ല. നമുക്ക് അങ്ങോട്ടേക്ക് വേണ്ടി പോവാ. ഇത് കേട്ടോ ചാവിന് ഇട്ട് അങ്ങനെ ആ ബുള്ളറ്റ് മാറ്റിയെങ്കിൽ വേണ്ട, ഇങ്ങോട്ടേക്ക് കയറ്റി കൊടുക്കാം. സ്കൂട്ടിയല്ലേ, ലോറിയൊന്നും അല്ല, ബസ്സൊന്നും അല്ലല്ലോ. കയറിക്കോ വാ. നമുക്ക് ആടുന്ന റൗണ്ട് ചെയ്തിട്ട് ആടുന്ന തന്നെ റൗണ്ട് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ആടുന്ന റൗണ്ട് ചെയ്തിട്ട് വിടാം. ഇവിടെ നിന്ന് നമുക്ക് റൗണ്ട് ചെയ്യാം. ഇവിടുന്ന് റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ വിടാം. പക്ഷേ അങ്ങോട്ടൊന്നും പോകണ്ട, അവിടം വരെ ഉള്ളൂ. കോഴിക്കോട് ബീച്ച്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് വിട പറയുകയാണ്. പാട്ടെല്ലാം കേൾക്കും. പുറത്തുനിന്ന് ഇങ്ങനെ പാട്ടും കൂത്തലുണ്ടാവും. ഇവിടെ ഗിറ്റാറിലെടുത്തിട്ട് പാടാൻ ആളുണ്ടാവും. അവർ വേറെ മൂടാവും. കുറച്ച് കഴിയുമ്പോൾ ഒരു 11 മണി 12 മണി 1 മണിയെല്ലാം ആകുമ്പോൾ രാത്രി വേറൊരു മൂഡ്.
ഞായറാഴ്ച ഇവിടെ ആഘോഷം തന്നെ കേട്ടോ, ആഘോഷം. ബാക്കി ദിവസം എന്താണെന്ന് അറിയില്ല, ഞായറാഴ്ച ഇവിടെ ഭയങ്കര ആഘോഷമാണെന്ന് കണ്ടപ്പം മുമ്പേ എനിക്കറിയാം. മുമ്പേ ഭയങ്കര ആൾക്കാരപ്പോൾ ഈ ബീച്ചിൽ. കോവിഡിന് ശേഷമാണ് ആൾ കൂടിയത് എല്ലായിടത്തും, എല്ലാ ബീച്ചിലും എല്ലായിടത്തും. കോവിഡിന് ശേഷമാണ് ആൾ കൂടിയത്, ഭയങ്കര ആൾക്കാർ. അതുവരെ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ കൂടുതൽ ആൾക്കാർ നമ്മളിവിടെ അങ്ങനെ കൂടുതൽ പുറത്തുനിന്ന് ഇറങ്ങാൻ നിൽക്കില്ല. കോവിഡിന് വീട്ടിൽ അടച്ച് കെട്ടിയിട്ട് പിന്നീടാണ് ശ്വാസം കിട്ടിയത് കോവിഡ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ മനസ്സിലായി ഇനിയുള്ള ജീവിതം നമുക്ക് എൻജോയ് ചെയ്യണമെന്നുള്ള ചിന്ത വന്നു എല്ലാവർക്കും. നാട്ടിലൊക്കെ പോകേണ്ട കാര്യം വടകര വരെ റോഡ് വളരെ അബദ്ധമാണ്. അവിടെ മറ്റേ ഹൈവേ കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നല്ല റോഡാണ്. പക്ഷെ വടകര വരെ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് വടകര വരെ സീനാണ്. കോഴിക്കോട് നിന്ന് കുറച്ചപ്പുറം വരെ നല്ല റോഡാണ്, പിന്നീട് സീനാ. വടകര ഭാഗത്തെല്ലാം തല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇജാതി തല്ലിപ്പൊടി. റോഡിന് പണ്ടാറടങ്ങിയ റോഡ് വടകര ഭാഗത്തുള്ള സീനാണ്. പോലെ തന്നെ വേറെന്താക്കണ്ടി. അമ്മ ചായ അടിക്കാൻ വെച്ചിട്ട് വണ്ടി നിർത്തിയേട്ടാ. ചായ എന്താണ് ഞാൻ ഇച്ചിരി മധുരം കുറവ് പറഞ്ഞു. കൈ പിടിക്കുന്നുണ്ടല്ലോ, എനിക്ക് കൈ പിടിക്കുന്നുണ്ടോ? കടുപ്പാന്ന്, നല്ല കടുപ്പാണ് ചായ. കൈ പിടിക്കുന്നുണ്ട്. പഴംപൊരി രതീഷ് രമേശ് ഫ്രൈ ചിക്കൻ വേണോ? സമയമായി 11:30 മണിയായി. വീട്ടിലെത്തുമ്പോൾ 3:30-4 മണിയാവും. കുറച്ചൊക്കെ 3:30 മണി എന്തായാലും ആവും. ഒന്ന് കഴിച്ചിട്ട് പോയാലോ? ഒന്ന് കഴിച്ചിട്ട് പോവാം ലേറ്റായിട്ട്. ഫ്രൈ ചിക്കൻ ഉണ്ട്, പിന്നെ അവിടെ ഷവർമ ഉണ്ട്. ഫ്രൈ ചിക്കൻ അപ്പുറം, അത് അങ്ങാടാം. ഫ്രൈ ചിക്കൻ ഉണ്ടെങ്കിൽ പഴംപൊരി എടുക്കൂലായിരുന്നു. നല്ലോണം കഴിക്കുന്നുണ്ട്, നെയ്യെല്ലാം നല്ലോണം ഉണ്ടാവും. അതങ്ങനെ തന്നെ നെയ്യിൽ കുളിപ്പിച്ചിട്ടാണ് ഉണ്ടാവുക പഴംപൊരി. അല്ലെ പിന്നെ ബർഗർ, അതെന്താ സാധനം? വലിയ ബർഗർ എന്തോ ഉണ്ട്, അത് വേണോ? ഫ്രൈ ചിക്കൻ തന്നെ കഴിക്കാം, നമുക്ക് നോക്കാമല്ലോ. ഫ്രൈ ചിക്കൻ എന്തില്ലേ നോക്കട്ടെ. ഞാണ്ടിരി അയാളതല്ലേ? ചങ്ങയാടുണ്ട്. പൊള്ളിച്ചൊന്നും വേണ്ട, നമുക്ക് ഇത് മതി. നോക്കിയാ രണ്ടാക്കി കഴിക്കണമെങ്കിൽ 4 പീസ് വേണോ? രണ്ട് ഓരോന്ന് മതി. ആ എന്നാ ഓരോ പീസ് ഓരോ പെന്നിന്റെ ഇതെടുത്തോ. ഏതാണ്? എത്ര പീസ്? ഇത് 3 പീസ്. ഒരാൾക്ക് 2 പീസ്, ഒരാൾക്ക് 2 പീസാ? അല്ല, 2 പീസ് ഉണ്ടാവും മൊത്തത്തിൽ. എന്നാ പിന്നെ മതിയില്ലേ? ഓരോ പീസ് കഴിക്കാൻ. ആ എന്നാ പിന്നെ മതി. ഓരോ പന്നുണ്ടോ? ഓരോ പീസ് മതി. ഇപ്പോൾ ഒന്നാമത് പഴംപൊരി നിന്ന് അത് വാങ്ങുന്നുണ്ട്. പിന്നെ പഴംപൊരി വാങ്ങാം, കുഴപ്പമില്ല. പഴംപൊരി ഉണ്ടേ രാത്രി നന്നായി ഹെവി ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നല്ല കടുപ്പത്തിൽ. എനക്കെന്നാ അറിയാം, വൈകിട്ട് ഒന്ന് ചായ കുടിച്ചിട്ടില്ലെങ്കിലേ തലവേന വരും. അത് സ്ഥിരം കുടിക്കുന്ന ആൾ ചായ കുടിച്ചിട്ടില്ല പിന്നെ തലവേന വരും. സ്ഥിരം ചായ കുടിക്കുന്നവർ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേന വരും. എല്ലാവർക്കും അല്ലേ, ഓരോ കതിയാക്കും വരും. എന്ത് പറയുന്ന കേട്ടിനെ, അതിൻ്റെ കാര്യം എന്താണെന്നറിയില്ല. പക്ഷെ എനക്കങ്ങനെ വരുത്തുണ്ട്. അപ്പോൾ ഇന്ന് ചായ കുടിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ്, രാത്രി 11:30 മണി കഴിഞ്ഞു. അപ്പോൾ ചായ കുടിക്കാൻ ലേറ്റായില്ലേ, അതുകൊണ്ട് ചായ എന്തായാലും വൈകിട്ടൊരു ചായ നിർബന്ധം. ചായ ഒന്ന് നിർബന്ധമാ. എന്താ കുടിക്കാത്ത? കുടിക്ക്. കണ്ടോ? അത് കഴിക്കും. നല്ല കടുപ്പത്തിലെടുത്തെന്ന് തോന്നുന്നു. കഴിപ്പോലും അങ്ങനെ സാധനം എത്തി, ഫുഡെത്തി. 2 പീസ് ചിക്കനും 2 ബെന്നും, അതായത് 2 റൊട്ടി. 2 ബെന്ന്. പിന്നെ കഴിക്കാം. ഒരു കയ്യെല്ലാം കഴിച്ചു വന്നു. കഴിച്ചോ? കഴിക്കട്ടെ. കുറച്ചുകൂടെ സൈഡാക്കി നമുക്ക്. രാത്രിത്തെ ഫുഡ്
സോസ് വേണമെങ്കിൽ കഴിക്കോ? സോസ് ഇതാ വേണ്ടല്ലോ, എന്നാൽ പിന്നെ കഴിച്ചോ. നല്ല ചൂട് കേട്ടോ, പുക നോക്കിയാ ഫ്രൈ ചെയ്തെടുത്ത പാടാണ്, ഭയങ്കര ചൂട്. പോകാറില്ല എന്നോ നോക്കുന്നില്ലേ, ആ കാറിൽ എൻ്റെ ഫാമിലി തന്നെ നോക്കാം. ക്യാമറ ഉണ്ട്, ബ്ലോഗർ പൊള്ളുന്നുണ്ട്. എന്തേ കഴിച്ചോ? മോശമില്ലേ? ചൂട് നല്ല രസമല്ലേ? നല്ല ചൂടിലും നല്ല രസമുണ്ട്. വാ കറിക്കോ. ഏതാ ബസ്? യുഫോ ബസ്. യുഫോ ബാംഗ്ലൂർ രസമാണ് അല്ലേ? കൽപ്പക ഇതിൽ പോകുന്ന ഇതാ വലിയ ദിവസം ഒന്ന് കൽപ്പക, രണ്ടാമത്തെ കൽപ്പക, ഒരു കൽപ്പക പോയി രണ്ടാമത്തെ കൽപ്പക. അത് നീ വണ്ടിയാണോ? പോവാ, ഇരുന്ന് വിടാട്ടാ.